ക്രിമിനൽ കേസിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞ് മന്ത്രിമാരെ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമാണ്. ഈ ബില്ല് അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ രാത്രിയോടെയാണ് ഈ ബില്ല് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോക്സഭയുടെ അജണ്ടയിൽ ലിസ്റ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. റിവൈസ്ഡ് പട്ടികയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് സുപ്രധാനമായ വ്യവസ്ഥകൾ ഈ ബില്ലിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലാകുന്ന മന്ത്രിമാർ അല്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ വരെയാകാം, അവർ ഈ അറസ്റ്റിലായി കസ്റ്റഡിയിൽ 30 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ 31ാം ദിവസം അവർ അയോഗ്യരാകുന്ന അല്ലെങ്കിൽ അവരെ പുറത്താക്കാൻ കഴിയുന്ന വ്യവസ്ഥ ഉൾപ്പെട്ടതാണ് ഈ ഒരു ബില്ല് എന്നുള്ളത്. അത് ഈ ബില്ല് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതികരണങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് പ്രതിപക്ഷത്തെ ഈ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്നുള്ളതാണ്. ED രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പലപ്പോഴും ഗൗരവ സ്വഭാവമുള്ളതാകും. 5 വർഷമോ അതിൽ കൂടുതലോ തടവിന് ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരം കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാകുന്നവർക്ക് ഈ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് മനഃപൂർവ്വം തന്നെ പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അട്ടിമറിക്കാൻ ലക്ഷ്യം വെച്ചാണ് എന്നൊരു ആരോപണം പ്രതിപക്ഷം ഇതിനകം തന്നെ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് ഇത്തരത്തിലുള്ള കേസുകൾക്ക് ഇത് ബാധകമാണോ ബൽറാം? ED കേസുകൾക്ക് ഇത് ബാധകമാണോ? ആ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടാവുമോ? ഹാഷ്മി, ഈ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് 5 വർഷം വരെ അല്ലെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെടാവുന്ന വകുപ്പുകളിൽ അറസ്റ്റിലായി 30 ദിവസത്തെ കസ്റ്റഡി തുടർച്ചയായി 30 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കി 31ാം ദിവസം ആകുമ്പോഴേക്കും ആ മന്ത്രി, അത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഉൾപ്പെടെയുള്ളവർക്ക് ബാധകമാണ്. അവർ പദവി ഒഴിയണം അല്ലെങ്കിൽ അവരെ പുറത്താക്കാൻ കഴിയുന്ന വ്യവസ്ഥ ഈ ബില്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതേസമയം ഈ ഭരണസ്തംഭനം അടക്കമുള്ളവ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ബില്ല് എന്ന ന്യായീകരണമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.